ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യമുണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസ്. ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസ്. കുഞ്ഞിന്റെ ചെവിയും കണ്ണും ഉള്ളത് യഥാസ്ഥാനത്തല്ല. വായ തുറക്കുന്നില്ല. കാലിനും കൈക്കും വളവുമുണ്ട്. എന്നാൽ സ്കാനിംഗിൽ കുഴപ്പമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കളായ അനീഷും സുറുമിയും പറയുന്നത്. നിലവിൽ കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ശ്വാസ തടസ്സമാണ്. കുഞ്ഞിനെ കമഴ്ത്തി കിടത്തിയിരിക്കുകയാണ്. കുഞ്ഞിനെ നിവർത്തി കിടത്തുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ നാക്ക് താഴത്തോട്ട് ഇറങ്ങിപ്പോകും. ഒന്നാമത്തെ വിഷയം, മെയിനായിട്ടുള്ള വിഷയം അതാണ്. ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ട്. കുഞ്ഞിന്റെ മിഴി ഉണ്ട്, മിഴി തുറക്കത്തില്ല. കണ്ണിന് ഉള്ള പോയിന്റിൽ നേരെ ഒരുപാട് താഴത്താണ് കണ്ണിരിക്കുന്നത്. 1 മാസം മരുന്നൊഴിക്കെന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജനനേന്ദ്ര പ്രശ്നം. കുഞ്ഞിന്റെ കാലിന്റെ പത്തിക്ക് വളവുണ്ട്. പിന്നെ ചെവി യഥാസ്ഥാനത്തല്ല. ചെവിയുടെ കേൾവി കറക്റ്റ് അല്ല. ചെവിയുടെ കേൾവി ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞത് ചെവി കേൾക്കുന്നില്ല എന്നുള്ളത്. പിന്നെ കുഞ്ഞിന്റെ വാ തുറക്കത്തില്ല. ട്യൂബ് ഇട്ടിട്ട് സിറിഞ്ച് വഴിയാണ് നമ്മളിപ്പം ഫീഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ ഇത്. എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്? അശ്വതി, നിരവധി ആക്ഷേപങ്ങളുള്ള ആശുപത്രിയാണ് ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. WNC ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ന്യൂസ് 18 തന്നെ നിരവധി പരമ്പരകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് അവിടെ ചികിത്സ തേടി ആളുകൾ മരണപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അക്കാലത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിന് സമാനമായ രീതിയിൽ ഒരു ഗുരുതര സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ലജനത്ത് വാർഡിലെ സുറുമി, അനീഷ് ദമ്പതികളുടെ കുട്ടിയാണ് ഗുരുതരമായ അംഗവൈകല്യത്തോടെ. അപൂർവ രീതിയിലാണ് കുഞ്ഞ് ജനിച്ചതെന്ന് തന്നെ നമുക്ക് പറയാം. കുഞ്ഞിന്റെ ശരീരഭാഗത്തുടനീളം വൈകല്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഈ സംഭവത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസാണ് WNC ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യഘട്ടം മുതൽ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയായ ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ്. ഈ കേസിലും ഡോക്ടർ പുഷ്പ 1ാം പ്രതിയായാണ് വന്നിരിക്കുന്നത്. കാരണം സുറുമിയും ചികിത്സ തേടിയിരുന്നത് WNCയിൽ ഡോക്ടർ പുഷ്പയുടെ കീഴിലായിരുന്നു. പലതവണ ഇവർ നിർദ്ദേശിച്ച ഡോക്ടർമാരെ അടക്കം സ്കാനിങ്ങിനായി ഇവർ പോയി. അത് സ്വകാര്യ സ്കാനിംഗ് ലാബുകളിലാണ് ഇവർ നിർദ്ദേശിച്ചിരുന്നത്. ആ സ്വകാര്യ സ്കാനിംഗ് ലാബിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവ 4 ഡോക്ടർമാർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. WNC ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ പുഷ്പ, ഒപ്പം തന്നെ ഡോക്ടർ ഷേർലി, ഇവർക്കെതിരെയും. ഇവർ 2 പേരുമാണ് ഈ സുറുമിയെ ചികിത്സിച്ചിരുന്നത്. ഗർഭാവസ്ഥയെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുകയും കുട്ടിയുടെ ആരോഗ്യം ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നത് ഈ 2 ഡോക്ടർമാരാണ്. ഒപ്പം തന്നെ ഇവിടെയുള്ള മിഡാസ് എന്ന് പറയുന്ന സ്വകാര്യ ലാബിലെ ഡോക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ശരണ്യ, ഈ വിഷയത്തിൽ ഈ കുഞ്ഞിന് ഇത്രയും വൈകല്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിന്റെ സ്കാനിംഗ് നടന്നപ്പോഴും ഇതൊന്നും ഇവർക്ക് ആർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അല്ലെ? അതെ, അത് തന്നെയാണ് പ്രധാന ആരോപണം. അതായത് കുട്ടിയുടെ ഗർഭാവസ്ഥയിൽ ആദ്യഘട്ടം മുതൽ തന്നെ, അതായത് 1ാം മാസം മുതൽ തന്നെ സ്കാനിംഗ് നടന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ 1ാം മാസത്തിലും 3ാം മാസത്തിലും ഒക്കെ നടന്ന സ്കാനിങ്ങുകളൊന്നും തന്നെ ഈ കുഞ്ഞിന് ഇത്രയധികം അംഗവൈകല്യം, അതായത് ആന്തരികമായ പ്രശ്നങ്ങൾ മാത്രമല്ല കുട്ടിക്കുള്ളത്, അതിന്റെ ശരീരത്തിൽ അടക്കം, അതായത് സ്കാനിങ്ങിൽ കൃത്യമായി വ്യക്തമാകുന്ന രീതിയിൽ കുട്ടിയുടെ ശരീരത്തിലടക്കം നിരവധി അംഗവൈകല്യങ്ങളുണ്ട്. കണ്ണ് യഥാസ്ഥാനത്തല്ല. ഒപ്പം തന്നെ കുട്ടിക്ക് വാ തുറക്കാനാകില്ല. മലർന്നു കിടന്നാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ശ്വാസം എടുക്കാൻ കുഞ്ഞിന് കഴിയില്ല. കമഴ്ത്തിയാണ് കുട്ടിയെ കിടത്തുന്നത്. ഒപ്പം തന്നെയാണ് കാലിന്റെ കാൽപാദങ്ങൾ വളഞ്ഞിട്ടുണ്ട്. കൈകൾക്ക് അംഗവൈകല്യമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പുറമേ തന്നെ അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞാണ്. ഒരു ഘട്ടത്തിൽ പോലും ഈ സ്കാനിങ്ങിൽ ഇവർ ശ്രദ്ധയോടെ ഇത് കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ സർജറിയുടെ തലേദിവസം അനസ്തേഷ്യ ഡോക്ടറെ കാണാനായി പറയുന്നത്, അതായത് സിസേറിയൻ ആയിരുന്നു സുറുമിക്ക് നിർദ്ദേശിച്ചിരുന്നത്. തുടർന്ന് സർജറിയുടെ തലേദിവസം അനസ്തേഷ്യ ഡോക്ടറെ കാണാൻ പറയുന്നു. പെട്ടെന്ന് സാധാരണ തന്നെ ഇവർ എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവിടെ എത്തി ആദ്യ പരിശോധനയിൽ തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഈ കുട്ടിക്ക് അംഗവൈകല്യമുള്ള കുട്ടിയാണ് എന്നവർ പറഞ്ഞു. പിന്നീട് സിസേറിയൻ നടത്തി കുട്ടിയെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിലെ പരിശോധന ഇത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ മറ്റു ഈ ഡോക്ടർ പുഷ്പ അടക്കമുള്ള, ഡോക്ടർ ഷേർലി അടക്കമുള്ള മുതിർന്ന WNC ഡോക്ടർമാർക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും, ഒപ്പം ഈ സ്കാനിംഗ് ചെയ്ത 2 സ്വകാര്യ ലാബ്, ശങ്കർ ലാബിലെ ഡോക്ടറും ഒപ്പം തന്നെ മിഡാസ് ഹെൽത്ത് കെയറിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഇവർ പുറത്തേക്ക് സ്കാനിങ് എഴുതി കൊടുത്തിട്ട് അവിടെ പോയാണ് സ്വകാര്യ ലാബുകളിലാണ് ഇവർ. ശരി, അതാണ് 4 ഡോക്ടർമാർ വിചാരിച്ചിട്ടും ആ കുട്ടിയുടെ വൈകല്യം ആ സമയത്ത് ഗർഭാവസ്ഥയിൽ കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.